ഇതൊരു വയലറ്റ് കളറ് പയറാണ് കേട്ടോ, വള്ളിപ്പയറാണ് കേട്ടോ. അത് ഒരു പിന്നെ നമ്മളൊരു കയ്യിലേറെ ഒരു 1/2 മീറ്ററിലേറെ നീളമുണ്ട് ഈ പയറുകൾ കേട്ടോ. ഈ വലിയ പയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല കായ ഉണ്ടാകുന്ന പയറാണിത്. നിറയെ കായകളുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതൊക്കെ ഒരുപാട് വലിപ്പമുള്ള പയർ, പിന്നെ ഒരു 1/2 മീറ്ററിലേറെ വലിപ്പമുണ്ട് കേട്ടോ. ഞാനിത് ഈ പയർ ഇവിടെ കുഴിച്ചിട്ടപ്പോൾ അങ്ങനെ കരുതി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പടക്കാനുണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട് ഞാനിവിടെ ഈ കമ്പൊക്കെ ഇങ്ങനെ നാട്ടി വെച്ചു കേട്ടോ. പക്ഷെ അതിങ്ങനെ പടർന്ന് ഇങ്ങനെ വലിയ പന്തലായി ഈ ഭാഗത്തേക്കൊക്കെ അത് പടർന്ന് നല്ല കായകൾ, നല്ല പയറുണ്ടാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇതിൽ പയറുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കായ്ച്ചിക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇത് ഫുള്ള് പിന്നെ വയലറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ മറ്റ് കളറുള്ളത് നമ്മളിങ്ങനെ കുഴിച്ചിട്ടിട്ട് പച്ച കളറുണ്ട്, അത് പിന്നെ പടർന്ന് വരുന്നുള്ളൂ. ഇത് പിന്നെ ഇവിടെയൊക്കെ നിറയെ പയറുകളാണ്. നിങ്ങൾക്കിങ്ങനെ കാണത് വേണ്ടില്ലേ, ഇവിടെയൊക്കെ ചെറിയ പയറുകൾ നിറയെ പയറാണ് കേട്ടോ. അത് വേണ്ടില്ലേ, ഈ നാരിൻ്റെ അരി ഇങ്ങനെ തൂങ്ങിക്കുന്നതൊക്കെ പയറുകളാണ്, നിറച്ച് പയറുണ്ട് കേട്ടോ. ഇത് വേണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു 4-5 മുരട് പിന്നെ പയറുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാതിരി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പയർ, നമ്മളെ ഉപ്പേരിക്ക് പയർ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പയറുകളുണ്ടെങ്കിൽ ഒന്ന് കൃഷി ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ കൃഷിനെ പറ്റിയും ചെടീനെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യും കേട്ടോ. ഇത് നീല വഴുതനങ്ങയാണ് കേട്ടോ. നീല വഴുതനങ്ങ നമ്മളടുത്ത് ഇതിൻ്റെ പച്ച കളറും ഉണ്ട് കേട്ടോ, പച്ച കളറ്. അതുപോലെ തന്നെ ഇവിടെ മത്തന് കിടക്കുന്നുണ്ടോ. ഈ ഒരു മത്തന് പിന്നെ ഒരു മഞ്ഞ കളറ് മത്തനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും കിടക്കുന്നുണ്ട് ഒരു മത്തന് വള്ളിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, നമുക്ക് പറിക്കാനായിട്ടുണ്ട്. മത്തനുണ്ട്. അതുപോലെ തന്നെ അവിടെ കമ്പും ചോളകൾ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. വേണ്ടില്ല, ചോളമുണ്ട്, വെണ്ടക്ക ഉണ്ട്. ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പച്ചക്കറികളുണ്ട് കേട്ടോ. പയർ കണ്ടില്ലേ, അങ്ങനെ പടർന്നപ്പോൾ വീടിൻ്റെ മേലെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ നല്ല കായകളാണ്, നല്ല പയറുണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ അടിഭാഗത്തടക്കം പിന്നെ പയറുണ്ടാവുന്നുണ്ട്.